എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാണാനാണ് പോകുന്നത്. ഞാനിപ്പോൾ മേലെ എൻ്റെ റൂമിലാണ് ഉള്ളത്, താഴെയാണ് എല്ലാവരും ഉള്ളത്. അച്ഛനും അമ്മയും മോളും അവരെ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് താഴത്തേക്ക് പോകാം. അച്ഛ വന്നിട്ട് ക്യാമറയും ലൈറ്റും എല്ലാം കണ്ടുകൊണ്ടിങ്ങനെ അതിശയപ്പെട്ട് നോക്കും അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഞങ്ങളെ ഫാമിലി. ഇത് അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ. ബാക്കിൽ ഏട്ടനുണ്ട്. ഏട്ടൻ ഇപ്പൊ വരില്ല, ഒരു കുറച്ച് കഴിഞ്ഞിട്ട് അവര് വരും. ഇത് നമ്മളെ മോള്. ഇത്രയും ആൾക്കാരെ ഇപ്പൊ വരും. അപ്പൊ അച്ഛൻ വർക്ക് ചെയ്യാനും വീട്ടിൽ തന്നെയുള്ള വർക്കാണ് അച്ഛന്. അമ്മയും വർക്ക് ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ മാത്രമേ ഇപ്പൊ വർക്ക് ചെയ്യാനുള്ളൂ. മോളി നോക്കിയൊക്കെ ഇരിക്കുന്നത്. അമ്മ പക്ഷെ ചില ഉണ്ടാവും അമ്മ എൻ്റെ കൂടെ. അച്ഛനും ഉണ്ടാവും. അച്ഛൻ വീട്ടിൽ തന്നെ ഇല്ല, ചെറിയ ബിസിനസ്സാണ് അച്ഛന്. കാര്യങ്ങൾ പോകുന്നത്. പൊതുവെ നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലും അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ടാവും, എനിക്ക് അമ്മ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഉറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ കളിപ്പിച്ചിരിക്കുന്നുണ്ടാവും. ഇന്ന് വീഡിയോ എടുക്കാനുള്ള കുറച്ച് ലേറ്റ് ആയി, കാരണം ഏട്ടൻ എത്താൻ കുറച്ച് ലേറ്റ് ആയി, വർക്ക് കഴിഞ്ഞ് എത്താൻ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് ഇപ്പൊ നന്നായി ലേറ്റ് ആയിട്ടല്ലേ. പിന്നെ ഇവിടെ പൊതുവെ കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന കൂട്ടത്തിലാണ് നമ്മൾ എല്ലാവരും. 12 മണിയാവും അങ്ങനെ. ഇതുവരെ ഫുഡ് വരെ കഴിച്ചിട്ടില്ല. നമ്മള് ഇങ്ങനെ ഉണ്ടാവുള്ളൂ തോന്നുന്നു, കാരണം ഇത്രയും ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 12 മണിയല്ല, ചിലപ്പോ അതിൽ കൂടുതൽ സമയവും. ഇപ്പോഴത്തെ മെയിൻ പരിപാടികൾ ഇവള് വന്നതിന് ശേഷം ലൈഫിൽ വന്ന ചേഞ്ചസ് അതാണ്. ഫോണിന്റെ യൂസ് കുറച്ച് കുറഞ്ഞ് ഇവളെ പിന്നെ ചെസ് കളിക്കുക ഫോണില്. ഇവിടെ കിട്ടിയ അത് ഒഴിവായി. അമ്മ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കും, അല്ലെങ്കിൽ അമ്മ വേറെ എന്തെങ്കിലും. അമ്മ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തില്ല. അപ്പൊ എന്തെങ്കിലും എല്ലാം ഇത് ചെയ്യും. ഞാനിവിടെ തന്നെ വിളക്കുതിരിയുടെ പരിപാടി ചെയ്യുന്നതാണ്. ശ്രീ വിനായക ദീപം നിലവിളക്ക് തിരി നമ്മൾ അവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പൊ അച്ഛന്റെ കാര്യങ്ങൾ അച്ഛന്റെ ബിസിനസ്സും എങ്ങനെയാണ്. പിന്നെന്താ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രബിളാണ് ഇതൊക്കെ കേട്ടോ. ഒന്നും വിചാരിക്കണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നല്ല, നല്ലോണം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ക്യാമറ കണ്ടുകൊണ്ട് എങ്ങനെ പറയണം, എവിടുന്ന് തുടങ്ങണം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ അനക്കാരും വരെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ അച്ഛൻ്റെ വേണ്ടി കാര്യം പിന്നെ പറയണ്ടല്ലോ. പോകെ നമ്മളെല്ലാം സെറ്റായിട്ട് വരും. നമ്മൾ എല്ലാവരും നല്ലോണം സംസാരിക്കുന്ന കൂട്ടത്തില്ല. അച്ഛൻ പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ കുറച്ച് പാടാം. പിന്നെ അമ്മ പൊതുവെ അങ്ങനെ സംസാരിക്കുന്ന കുറവാണ്, ചിരിക്കും ഫുൾ ടൈം. അതാണ് അമ്മ. അയ്യോ, പിന്നെ രാത്രി ആയതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും കാണിക്കാതെ വീടിന്റെ ഈ ഒരു ഭാഗം മാത്രം കാണും. പകൽ ടൈം അത് ശരിക്കും വീഡിയോ എടുക്കണ്ടേ, കാരണം പകൽ സമയത്ത് മിക്കവാറും ഇവിടെ ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ നിറച്ചും ചെടിയാ. അച്ഛനൊരു കളക്ഷൻ തന്നെ ഉണ്ട്, കുറെ കളക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ വേറൊരു ദിവസം വേറൊരു വീഡിയോ എന്തായാലും അത് ചെയ്യാം. ആ കളക്ഷൻ, അച്ഛന്റെ ചെടീന്റെ കുറെ കളക്ഷൻ ഉണ്ട്, അത് കാണിച്ചു തരാം. അത് അച്ഛന്റെ ചെടീന്റെ കളക്ഷൻ. അച്ഛൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്. അച്ഛൻ്റെ ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട് ഇതേപോലെ. അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതാ അച്ഛൻ പറഞ്ഞു, മോഹൻസ് വേൾഡ്. അതിൻ്റെ അകത്ത് ഫുൾ ചെടീൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അച്ഛൻ പറയുന്നുണ്ട്. കുടുംബം ഫുൾ വ്ളോഗേഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട്. അതേപോലെ ഇപ്പോൾ ഏച്ചിൻ്റെ ഹസ്ബൻഡിന് അതേപോലെ തന്നെ ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവരും അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളും ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ കുടുംബം ഫുൾ വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും വ്ളോഗ് ചെയ്യലാണെന്ന് ചോദ്യങ്ങൾ വരെ അമ്മയ്ക്കിപ്പോ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ വീട് പുറത്തേക്ക് വന്നതിന് ശേഷം കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ടിട്ട്. പക്ഷേ എല്ലാ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഫുൾ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലാണ് എനിക്ക് കുറച്ചും കൂടി
മോട്ടിവേഷൻ. അല്ല ഇതിന്റെ ഇടയ്ക്ക് ആരും പറയുന്ന കേട്ടിട്ടില്ലേ നീ സബ്സ്ക്രിപ്ഷൻ ചോദിക്കാത്തോണ്ട് ആരും ചെയ്യാത്തതെന്ന്? അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു. ആ ഞാൻ പിന്നെ ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ വീഡിയോ ഇടുന്നത്, അതിൻ്റെ എന്തായാലും ഒരു ടെൻഷൻ എനിക്ക് എങ്ങനെയാലും ഉണ്ടാവല്ലോ. അതുകൊണ്ടാണ് അത് ഞാൻ പറയാതിരുന്നത്. കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാണ് ഞാൻ. അത് നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാവും. എന്തായാലും ഭയങ്കര ടെൻഷനുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഞാൻ പറയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ക്യാമറന്റെ പിന്നിൽ നിൽക്കുന്ന ആളെ ഇപ്പം കാണിച്ചുതരാം. അയാൾ ഇനി എൻട്രി നോക്കാൻ നമുക്ക് ചെടി നോക്കാൻ പോവാ. ചെടി നോക്കാൻ പോവാ. അപ്പൊ ഇതാണ് എന്റെ ഭർത്താവ്. എന്റെ മോയെ ഇവിടെ അടിച്ചേ ഏട്ടനാണ് ക്യാമറയൊക്കെ നോക്കുന്നത്, എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഏട്ടനാ. അതുകൊണ്ടാണ് കുറച്ച് ടൈം ആവുന്നത്. ഫോണ് അങ്ങനെയൊന്നും വീഡിയോയിൽ കാണൂല. ചെറുങ്ങനെ ഞാൻ വരും. നമുക്ക് കുളിക്കാം എന്തായാലും. എല്ലാ വിശേഷങ്ങളും ഉണ്ടോ? ഇവക്ക് വേറൊന്നുമില്ല, ഇവിടെ ഫാൻ ഇടാണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഓഡിയോ ക്ലാരിറ്റി ഇല്ല. ഇന്നലെ ഇട്ട കണ്ടിട്ടില്ലേ? ഇന്നലെ ഇട്ടിട്ട് നോക്കുമ്പോൾ ഓഡിയോ ചെറുങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതിന് ക്ഷമ ഇരിക്കുന്നു. ഇനിയത്തെ ഓഡിയോ നമുക്ക് നോക്കി നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോഴത്തെ ചൂട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഫാൻ ഇടാണ്ട് മോളെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. ഇവിടെ നമുക്ക് തൽക്കാലം ഒന്ന് കാച്ചെല്ലാം പൊളിക്കാൻ അമ്മേന്റെ അച്ഛനെയും കയ്യിൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അച്ഛൻ കാറ്റ്, നമ്മൾ ഫാൻ ഇടില്ല, അച്ഛൻ ഇവിടാ. അപ്പൊ മോളെ നമ്മൾ സേഫ് ആയിട്ട് അകത്ത് ആക്കിയിട്ടുണ്ട്. കാരണം ഫാൻ ഇടാണ്ട് ഒന്നും പറ്റില്ല. നേരം നമുക്ക് തന്നെ ഇപ്പൊ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ മോളെ നമ്മൾ അങ്ങുള്ളിലാക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് കളിക്കാനെല്ലാം തുടങ്ങി. നല്ല രീതിയിൽ വേർക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമുക്ക് മയക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാല് ഓഡിയോ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നീ ഒച്ച കുറച്ചിട്ടാ, നീ ഒച്ച കിട്ടൂല. ഇനി ഒച്ചത്തിൽ സംസാരിക്കാന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ സമയം കയ്യിൽ ഫോണില്ല. ഇപ്പൊ തന്നെ സമയം എൻ്റെ ഒരു ഏകദേശം കാൽക്കുലേഷൻ വെച്ചൊരു 10-10:30 ആയിട്ടുണ്ടാകും മിക്കവാറും. എന്നിട്ട് ഞാൻ കിടന്നു പോകുന്നത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വീടുള്ളതല്ലേ. വെറുതെ ഇതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് വന്ന് ഇരിക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പകല് രാത്രി ഇപ്പം ചെറിയ ടിപ്സ് കാണിച്ചാൽ എങ്ങനെയുള്ളതെന്ന്. ഇത് കാണാനും ഭംഗിയുണ്ട്. ഇപ്പാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത്. മോളെ പിന്നെ ചോറല്ല സോറി മോളെ കാതുകുത്ത് വീട്ടിൽ വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. ആ വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. മുന്നേ പ്ലാൻ നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കല്യാണത്തിന് മുന്നേ ഞാൻ ചെയ്യണം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ആ ടൈമിൽ ചെയ്യണമെന്ന് വിചാരിച്ചാ. പക്ഷെ എന്താ പറയാനാ ധൈര്യം ഒട്ടും ഉണ്ടായിട്ടില്ല. അതൊക്കെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടൻ എന്നോട് എടുത്തു ഫുൾ സപ്പോർട്ട്. പക്ഷെ എനിക്കത് ഇപ്പൊ അമ്മയായാലും കുറച്ച് ധൈര്യം കൂടി വന്നിട്ടുണ്ട് എന്ന് പറയാം. കുറച്ച് കോൺഫിഡൻസ് കൂടിയിരുന്നു. അമ്മയായോണ്ടൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊന്നല്ല, എന്തോ എടുക്കാം. പിന്നെ നല്ലതല്ലേ ഇങ്ങനാന്ന് വിചാരിച്ചു. നോക്കി നോക്കണം എങ്ങനെയാ നമ്മളെ തല വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ഏട്ടനൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലും എല്ലാവരും ഉണ്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫാമിലിയിൽ നിന്ന് ആയിക്കോട്ടെ, ഏട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് ആയിക്കോട്ടെ, പിന്നെ കസിൻസ് ആയിക്കോട്ടെ, എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. പിന്നെന്താ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരാളും കൂടി വേണം. ഞങ്ങൾ 3 ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു കഥയാണ്. അത് നമുക്ക് പക്ഷെ വേറൊരു ദിവസം ഇരുന്ന് സംസാരിക്കാം. അയാൾ കൂടി വരണം. അയാളിപ്പം നാട്ടിലില്ല, ആള് ഇപ്പം പുറത്ത് ജോലി. ഏട്ടൻ്റെ ഫ്രണ്ട് എന്ന് പറയാം. അതേപോലെ തന്നെ ഏട്ടൻ്റെ എൻ്റെ അങ്ങനെയാണ് അത്. കക്ഷി ഇപ്പം നാട്ടിലില്ല. ഏട്ടൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാം. അവിടെ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ കിട്ടാറില്ല. ഏട്ടൻ വന്നതിന് ഞാൻ എന്തായാലും കാണിച്ചില്ല. പക്ഷെ ചങ്ങായി പറഞ്ഞത് എന്തായാലും വീഡിയോയിലൊന്നും വരൂലെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. കാരണം ഞങ്ങൾ 3 പേരുമാണ് എല്ലാത്തിനും ഉണ്ടാവാറ്. റൈഡ് പോകാൻ ഭയങ്കര ഇഷ്ടം. അത് എൻ്റെ കൂട്ടത്തില്ല. കാരണം അതൊക്കെ റൈഡ് പോകാൻ ഭയങ്കര ഇഷ്ടപ്പെടും. ബൈക്കിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ പോകാൻ ഭയങ്കര ഇഷ്ടപ്പെടും. ഇവിടെ നടന്നിട്ട് പോയ കാര്യം ഞാൻ റെഡിയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ഡ്രീം തന്നെ
എനിക്ക് എല്ലാവരും പോണം എന്നാണ്. അതും ബൈക്കിൽ അതും കുട്ടിയും കൂട്ടിയിട്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ആഗ്രഹം എന്തായാലും ഉണ്ട്. എപ്പോഴെങ്കിലും നമ്മളത് അച്ചീവ് ചെയ്യായിരിക്കും അല്ലെ. ഓഫ് കോഴ്സ് എന്തായാലും ചെയ്യും. ഓളൊന്നും കൂടെ സെറ്റാണ്. ഈ ഇത്ര ചെറുപ്പം തന്നെ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല ഒട്ടും. ഇത്ര പേര് മാത്രമല്ല കേട്ടോ ഉള്ളത്. പകൽ ടൈമിൽ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഓരോ വീഡിയോയിലായിട്ട് കാണിക്കാം. എന്തായാലും കാണിക്കാം. നമുക്ക് തോന്നുന്നു ഇത് കുറച്ച് ലോങ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ലോങ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളെ വർത്താനായിരിക്കും ബോധടിച്ചത്. ക്യാമറ ഓൺ ആക്കിയോണ്ടുള്ള നിങ്ങൾ പൊതുവെ ഇതിന്റെ അകത്ത് ഏത് വ്യൂവിലാണ് എന്നെയും ഇവിടെയും കാണുന്നതെന്ന് പോലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടുത്ത വീഡിയോയില് നമ്മളത് പരിഹരിച്ച് സെറ്റാക്കി എടുക്കും. ഇപ്പൊ ചെറിയ രീതിയിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല. എന്തെങ്കിലും ക്ഷമിക്കുക. പുറത്ത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് ഒരു കാറ്റുണ്ടാന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഒട്ടും കാറ്റില്ല. കാണുന്നുണ്ടോന്ന് അറിയില്ല. വീഡിയോയില് നല്ല രീതിയിൽ എനിക്ക് ഒട്ടും ചൂട് സഹിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? നമ്മള് രണ്ടാളും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ലോണം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നല്ലോണം കേൾക്കുന്ന കൂട്ടത്തിലാണ്. ആസ്വദിക്കും. അങ്ങനെയാണ് ഞങ്ങളെ കാര്യം. അതുകൊണ്ട് തന്നെ രണ്ടാളും നല്ലോണം സംസാരിക്കുന്ന കൂട്ടത്തില് എന്ന് വെച്ചാൽ ഞാൻ നല്ലോണം സംസാരിക്കും, അദ്ദേഹം കേൾക്കും, അതിനുള്ള റിപ്ലൈ അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് ഏകദേശം എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാരെല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞു അല്ലെ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഒന്നിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ലോങ് വീഡിയോ കൂടി എടുക്കും. ഞങ്ങൾ പൊതുവെ റീൽസൊക്കെ ചെയ്യാറുണ്ട്. റീൽസ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ റീൽസ്, അങ്ങനെ ചെറിയൊരു ഡാൻസ് അങ്ങനത്തെയൊക്കെ പോലെ. പിന്നെ നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വോയിസ് ഓവർ ഇതുവരെ ചെയ്തത് അത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കുറേ എടുത്തു വെച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാൻസ് വീഡിയോസാണ് കൂടുതൽ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാം. നമ്മള് അതെല്ലാം, അതായത് ഇതെന്താ സംഭവം എന്നൊന്നും നമുക്കും അറിയില്ലല്ലോ. നമ്മളും നമ്മളെ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കുന്നു. അതേപോലെ തന്നെ ഒരു കാര്യങ്ങൾ പറയാം. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയിട്ടുണ്ട്, ഞാൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഉള്ളത് അതേപോലെയാണ്. ഒന്നാമത്തെ കാര്യം പ്ലാനിങ് ഇല്ല. പ്ലാനിങ് ഇല്ലാണ്ട് നമ്മള് ഒന്നാമത്തെ കാര്യം ഞാൻ ലേറ്റ് ആയിട്ട് ഇവിടെ എത്തിയത്. അപ്പോ പിന്നെ എങ്ങനെ എടുക്കണമെന്നോ എന്ത് വീഡിയോ എടുക്കണമെന്നുള്ള ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. അങ്ങനെയാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് നാളെ ഇന്നത് ചെയ്യാം ഇല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ നടക്കൂല. അങ്ങനെ നോക്കിയിട്ട് നടക്കേയില്ല. കാരണം ഇങ്ങനെയല്ല ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഞാനത് എടുത്തു പറയാനുള്ള പ്ലാനിങ്ങിലല്ല ഇപ്പൊ ചെയ്തത്. പ്ലാനിങ് അതങ്ങനെ സംസാരിക്കുന്നതായ ഒട്ടും പ്ലാനിങ് അല്ല. അത് നിങ്ങൾക്ക് കേൾക്കുന്നതിന് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ സംസാരിക്കുന്നത് പ്ലാനിങ് ചെയ്തിട്ടല്ല. നോർമലി ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ പുറത്തുനിന്നുള്ള ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിക്കുക എങ്ങനെയാണോ അതേപോലെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട്. ഇന്നത്തേക്ക് ഉള്ളതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.